ശ്രീ രാജശേഖരൻ, ഇടതുമുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, പ്രത്യേകിച്ച് ഭക്തരോട്. ഇപ്പോൾ PM സുരേഷ് ബാബു അദ്ദേഹം വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുപോലെയല്ല മറ്റുള്ളവർ, പ്രത്യേകിച്ച് CPM-ലുള്ളവർ. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ എല്ലാം സുഗമമായിട്ട് സാധ്യമാവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലല്ലോ. മറുപടി പറഞ്ഞോട്ടെ അനിൽ നമ്പ്യാർ? പറഞ്ഞോളൂ. ബഹുമാന്യനായ അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഈ പറയുന്നതില് അരയണയുടെ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം ശബരിമല വിഷയം എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ തന്നെയാണെന്ന് തോന്നുന്നു, ജനൻ TV-യിൽ തന്നെ വളരെ നേരത്തെ തന്നെ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പ്രേരണ ചെലുത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചർച്ചയിൽ തന്നെ നിരവധി ആളുകൾ നിരവധി നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതൊന്നും തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ കാണുന്നത് ഇങ്ങനെ ഒരു ചർച്ചയിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇങ്ങനെ പറഞ്ഞിട്ടല്ല, എന്നോട് ആ വിഷയത്തെ പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി ഒരു ക്ലാരിറ്റി വേണം. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു സാർ, ഞാൻ അങ്ങയുടെ സർക്കാരും അങ്ങയുടെ ദേവസ്വം ബോർഡും KSRTC ഒക്കെ സുപ്രീം കോടതിയിൽ കൊടുത്ത പരാമർശത്തെയാണ് സൂചിപ്പിച്ചത്. ഒരിക്കലും അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അരയണയുടെ പിരിവ് നടത്തത്തില്ല, മുൻകാലങ്ങളിൽ നടത്തിയിട്ടുമില്ല. അങ്ങ് ചെങ്ങന്നൂരിൽ വന്ന് നോക്കണം. ചെങ്ങന്നൂർ നഗരസഭ കഷ്ടിച്ച് 100 അയ്യപ്പന്മാർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഫ്രീ സ്ലീപ്പിംഗ് സെന്റർ. ഇന്ന് 3:30 മണിക്ക് ഞാൻ അവിടെ പോയി കണ്ട ഒരു കാഴ്ചയാണ്. ഫ്രീ സ്ലീപ്പിംഗ്, സൗജന്യമായി ഉറങ്ങാൻ, എന്ന് വെച്ചാൽ ബാക്കിക്കെല്ലാം പൈസ കൊടുക്കണം നഗരസഭയ്ക്ക്. കണ്ടതാണ് ഫ്രീ സ്ലീപ്പിംഗ് സെന്റർ. സുഹൃത്ത്, നിങ്ങൾ ചെങ്ങന്നൂർ വന്ന് നോക്കണം. പണം പിരിച്ചിട്ടല്ല, 7000 സ്ക്വയർ ഫീറ്റില് 52 സെന്റ് സ്ഥലവും കെട്ടിടവും വാങ്ങിച്ച 7000 സ്ഥലത്ത് വിരിപ്പന്തല് തയ്യാറാക്കിയിട്ട് സൗജന്യമായി 24 മണിക്കൂറും ഭക്ഷണവും കുടിവെള്ളവും പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യം, കെട്ടുനിറയ്ക്കുന്നതിനുള്ള സൗകര്യം, ക്ലോക്ക് റൂം സൗകര്യങ്ങള് എല്ലാം കൂടി തയ്യാറാക്കിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥതയില് അയ്യപ്പ സേവാ കേന്ദ്രം ഈ 2-3 ദിവസത്തിനുള്ളില് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. ഞാൻ ആരുടെയും പക്ഷം പിടിക്കില്ല. കേരള സർക്കാര് 5 പൈസയുടെ ഒരു നടപടിക്രമങ്ങൾ, 50 രൂപയുടെ പെയിന്റ് അടിക്കായിരുന്നല്ലോ അവിടെ. 50 രൂപയുടെ പെയിന്റ് വാങ്ങിച്ച് അവിടെ ഒരു സൂചനാ ബോർഡുകൾ വെക്കാമായിരുന്നല്ലോ. യാതൊന്നും ചെയ്തിട്ടില്ല. നഗരസഭ ഞാനീ പറഞ്ഞത് സൗജന്യമായി ഉറങ്ങാനുള്ള കേന്ദ്രം മാത്രമാണ്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുൻപില് എല്ലാ സൗകര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുക്കി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്താ? താങ്കൾ പറഞ്ഞല്ലോ അവിടെ യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. ഒരു കാലഘട്ടത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ എല്ലാ അവകാശങ്ങളും ചെങ്ങന്നൂരിലെ റാന്നിയിലുമുള്ള ഹിന്ദു കുടുംബങ്ങൾക്കായിരുന്നു എങ്കില് അവിടുന്ന് എന്തിനാണ് സുഹൃത്തെ ആ കുടുംബങ്ങളുടെ എല്ലാ അധികാരങ്ങള് സർക്കാരും ദേവസ്വം ബോർഡും ഏറ്റെടുത്തിട്ട് ഇന്നും വാവരെന്ന് പറഞ്ഞ്, വാവരുണ്ടോ ഇല്ല, മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ തിരുമുറ്റത്ത് ഭഗവാൻ, കലിയുഗവരതനായ ഭഗവാന്റെ തിരുമുറ്റത്ത് ഖബറിടം തയ്യാറാക്കിയിരുന്നു. 786 ചന്ദ്രക്കലയും ആലേഖനം ചെയ്ത പച്ച പട്ടു വിരിച്ച ഖബറിടം തിരുമുറ്റത്ത് തയ്യാറാക്കിയിരുന്നു. നാം ആലോചിച്ച് നോക്കണം. കീഴ്വായ്പൂരിൽ നിന്നും മാന്നാറിൽ നിന്നുമുള്ള മുസ്ലിം കുടുംബങ്ങളിലെ അവകാശികളെന്ന് അവകാശപ്പെടുന്ന ആളുകള് അവിടെ യൗവനയുക്തളായ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നു. ശ്രീ K. ബാബുരാജ് IPS അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന കാലത്ത് നടന്നതാണ്. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഹിന്ദു സംഘടനകളും ഇവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസ്, അനുരഞ്ജനം ഉണ്ടാക്കിയിട്ടാണ്. അന്ന് ഞാൻ ആ ചർച്ചയ്ക്ക് പോയ ആളാണ്.
ആ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കബറിടം മാറ്റി ഇന്ന് പീഠവും വാളും അവിടെ സമർപ്പിക്കാൻ തയ്യാറായത്. തുപ്പിയ കുരുമുളക് വിതരണം ചെയ്യില്ല എന്ന് അവർ പറയാനിടയായത്. ആ മുമ്പിൽ വെച്ചിരിക്കുന്ന TDB എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ആ കാണിക്കക്കുറ്റിയിൽ വീഴുന്ന പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണോ പോകുന്നത്? ഈ മുസ്ലിം കുടുംബങ്ങളിലേക്കല്ലേ പോകുന്നത്? എന്തുകൊണ്ട് എല്ലാ അവകാശങ്ങളും ഏറ്റെടുത്തപ്പോ ഈ സർക്കാർ, മതേതരത്വ സർക്കാർ, ഇത് മാത്രം അവിടെ നിലനിർത്തി? നാം ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. ഇനി മറ്റൊരു കാര്യം, ആ ശബരിമലയിൽ എത്തുന്ന പൂജാദ്രവ്യങ്ങള്, നിവേദ്യാദി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങള്, ഇതിന്റെ ഗുണനിലവാരമോ ശുചിയോ പരിശോധിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അവിടെ? സർക്കാരിന്റെ ലാബറട്ടറിയിൽ പരിശോധിച്ച നിവേദ്യ പ്രസാദത്തിൽ ഉപയോഗിക്കുന്ന ഏലക്കാപ്പൊടി എത്ര അളവ് വരും? ആ ചെറിയ അളവിൽ ഉപയോഗിക്കപ്പെടുന്ന ഏലക്കാപ്പൊടിയിൽ പോലും രാസപരിശോധനയ്ക്ക് ലാബറട്ടറിയിൽ, സർക്കാരിന്റെ ലാബറട്ടറിയാണ് പരിശോധിച്ച 14 ഇനം അതിക്രൂരമായ മാരകമായ കീടനാശിനികൾ ഉപയോഗം കണ്ടെത്തിയില്ലേ? അവിടെ ഉപയോഗിച്ച നിവേദ്യാദി പ്രസാദങ്ങൾ അരവണ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ച ശർക്കര ഹലാൽ ശർക്കരയായിരുന്നില്ലേ? മാധ്യമങ്ങള്, ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങൾ അതിന്റെ ചിത്രം അടക്കം വെളിയിൽ വിട്ടില്ലേ? എന്ത് നടപടി സ്വീകരിച്ചു നിങ്ങള്? ഇന്ന് എന്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന അരവണ അവിടെ ശൂന്യമായിട്ട് ഇന്ന് നശിപ്പിക്കാനായിട്ട് കയറ്റിക്കൊണ്ടു പോകുന്ന സ്ഥിതിവിശേഷം എങ്ങനെയുണ്ടായി? അപ്പൊ അവിടെ എന്ത് സൗകര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ഇനിയും ശബരിമല ക്ഷേത്രം മതേതരത്വമല്ല, അത് ഹൈന്ദവ ക്ഷേത്രമാണ്. സനാതന ധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഈശ്വര സങ്കല്പമാണ് കലിയുഗവരതനായ ഭഗവാൻ അയ്യപ്പന്റെ തിരുസന്നിധി. അത് അവിടെ ഒരിക്കലും മതേതരത്വമാവില്ല. അത് ഹിന്ദുവിന്റെ ആരാധനാ കേന്ദ്രമാണ്. അവിടെ അന്യമത ചിഹ്നങ്ങളോ അന്യമത സംവിധാനങ്ങളോ അവിടെ പാടില്ലാത്തതാണ്. അതിനാണ് സർക്കാർ ആദ്യമേ തന്നെ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ ദേവസ്വം ബോർഡ് ആരെയാണ് ആത്മാർത്ഥത കാട്ടിയാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ മർദ്ദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ബാബു സാർ ചോദിച്ചല്ലോ, നിങ്ങൾ ആലോചിക്കുക, അപകടം പറ്റി കഴിഞ്ഞ വർഷം 52 അയ്യപ്പന്മാര് മരിച്ചല്ലോ. അത്യാവശ്യം ചികിത്സ കൊടുക്കാനായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പമ്പയിലോ നിലയ്ക്കലോ ലാഹയിലോ ഒരു നല്ല ആശുപത്രി പണിയാൻ അമൃതാനന്ദമയി മഠം വകയായിട്ടുള്ള ഒരു ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അതിന് പിന്നീട് അനുമതി കൊടുക്കാതിരുന്നത്? നിങ്ങളുടേതായ എന്തെങ്കിലും സ്ഥാപനം അവിടെ സർക്കാരിന് കൊടുക്കാൻ സാധിച്ചോ? ഒരു പെൺകുഞ്ഞ്, ഒരു കുഞ്ഞു മാളികപ്പുറം മരിച്ചതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന് നിർജ്ജലീകരണമായിരുന്നു. 48 മണിക്കൂറിലധികം അതിന് കുടിവെള്ളം പോലും കൂടി. എന്തിന്? പ്ലാസ്റ്റിക്കിന്റെ നിരോധനമാണ്. എല്ലാം നിരോധിക്കുക. മാളികപ്പുറത്ത് നിന്ന് ഭഗവാന്റെ എഴുന്നള്ളത്ത് ആനപ്പുറത്ത് വേണമെന്നിരിക്കെ അതിനെ നിങ്ങൾ തട്ടിക്കളയുന്നു. ആചാരങ്ങളുടെ ലംഘനങ്ങളുടെ പുറപ്പാടാണ് ദേവസ്വം ബോർഡും സർക്കാരും അവിടെ ചെയ്തു വെക്കുന്നത്. മറിച്ച് പുതിയ അനാചാരങ്ങൾ സൃഷ്ടിക്കുന്നു. നിരോധിക്കുകയല്ല ചെയ്തത്. പമ്പയിലേക്ക് ഉടുതുണി വലിച്ചെറിയുന്നത് അനാചാരമാണ്. പമ്പയെ മലീമസമാക്കുകയാണ് ചെയ്യുന്നത്. ആ പമ്പയെ മലീമസമാക്കുന്ന ആ ഉടുതുണി ലേലം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴ്. ആലോചിച്ച് നോക്കണം. അപ്പൊ അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് മുമ്പോട്ട് എന്നതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ അനാചാരങ്ങൾ ഇത് തന്നെ വാവരുടെ സ്ഥാനം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പല സമയത്ത് വിശ്വ പ്രസിഡന്റ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ശബരിമലയിലെ അനാചാരങ്ങളെല്ലാം മാറ്റി പൂർവാചാര പ്രകാരം നിലനിന്നിരുന്ന എല്ലാ ആചാരങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ദേവസ്വം ബോർഡ് അതിന് തയ്യാറാവണം. അതിന് തയ്യാറായേ മതിയാവുകയുള്ളൂ. ഇതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് വ്യക്തമാക്കാനുള്ളത്.